ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുമ്പിളപ്പാണ്. അപ്പോൾ കുമ്പിളപ്പത്തിനെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പറയും. വഴനയിലപ്പം, എടനയപ്പം, തെരളിയപ്പം അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ചക്ക വരട്ടിയത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കുമ്പിളപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കുമ്പിളപ്പം തയ്യാറാക്കിയാലോ. അപ്പോൾ കുമ്പിളപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വഴനയില അല്ലെങ്കിൽ എടനയിലയാണ്. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കറുകപ്പട്ടയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കണം ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി നമുക്ക് 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുക. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ടുള്ള രീതിയിലല്ല നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കേണ്ടത്. കാരണം കുമ്പിളപ്പം തയ്യാറാക്കുമ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് തയ്യാറാക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ കുമ്പിളപ്പം ഒരുപാട് ഹാർഡായിട്ട് മാറും. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചക്ക വരട്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചക്ക വരട്ടിയതിൻ്റെ ഫ്ലേവർ ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അരിപ്പൊടി ഒരുപാട് അളവിൽ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ ഫ്ലേവറൊന്നും നന്നായിട്ട് തന്നെ വരില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായ കാരണമാണ് ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയി വന്ന സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ഈ ചക്ക വരട്ടിയത്. അപ്പോൾ ഇതിലേക്ക് ഈ ചൂടിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത്, ചൂടുള്ള അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ലൂസായിട്ട് ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരം ചിരകിയതാണ്. ഞാൻ ഇതിലേക്ക് ശർക്കര എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ചക്ക വരട്ടിയതിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഈ ഒരു മധുരം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ചക്ക വരട്ടിയതിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉരുക്കി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 4 ഏലക്കയൊക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ, നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പക്ഷേ ഏലക്കായയുടെ പൊടി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വരണം, അത്രേ തന്നെ മതി. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഈ വഴനയിലയിൽ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ്. അതായത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏലക്കായയുടെ ഒരു ഫ്ലേവറൊന്നുമല്ല മുന്നിട്ട് നിൽക്കുക. അപ്പോൾ വളരെ കുറച്ച് അളവിൽ തന്നെ ഏലക്കാപ്പൊടി മതി. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ലൂസായിട്ടുള്ള രീതിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറുക ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുമ്പിളിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പക്ഷേ ശരിക്കും ട്രഡീഷണൽ രീതിയിൽ വഴനയില അല്ലെങ്കിൽ എടനയിലയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എനിക്കിപ്പോൾ അത് കിട്ടിയില്ല, അത് കാരണമാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. ഇനി ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അതായത് ഇത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇലയുടെ ഞെട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ കുത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ അത്ര ഫ്രഷ് അല്ല, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു ഈ കറുകയുടെ ഇല. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഇലയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു കുമ്പിളിൻ്റെ ഷേപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഇല നല്ല ചെറിയ ഇലയാണ്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിയ ഇലയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് തന്നെ കവർ ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ കറുകയുടെ ഇലയും വഴനയില അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കറുകയുടെ ഇല കുറച്ച് ചെറുതായിരിക്കും, വഴനയില അല്ലെങ്കിൽ ഇടനയില എന്നൊക്കെ പറയുന്നത് കുറച്ച് വലിപ്പം കൂടുതലുണ്ടായിരിക്കും ഇലയ്ക്ക്. പിന്നെ കാഴ്ചയിൽ അതായത് ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വഴനയില എന്ന് പറയുമ്പോൾ കുറച്ച് നീളം കൂടിയ ഒരു ഇലയായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇതുപോലെ കുത്തിയെടുക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെയാണ് ഈർക്കിലിയൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഈർക്കിലിയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് കുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ടൂത്ത് പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കുത്താം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുക്കണില്ല, അല്ലാതെ തന്നെയാണ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ചെറിയ ഇലകളായ കാരണം ചെറുതായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. പക്ഷേ ഫ്ലേവറൊക്കെ ചെറിയ ഇലയ്ക്കായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. അപ്പോൾ കറുകയുടെ ഇല എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു പീസ് വായിലിട്ടിട്ട് ഒന്ന് ചവയ്ക്കുന്ന ഒരു സമയത്ത്, അതായത് ചെറിയ മധുരത്തോടു കൂടി ഒരു എരിവായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എടനയിലേക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യാസം എന്ന് തന്നെ പറയാട്ടോ നമുക്ക് ഈ ഇലകൾ തമ്മിൽ. എനിക്ക് തോന്നുന്നു പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ കറുകയുടെ ഇലയും എടനയിലയും സെയിം ആണോ അതോ വ്യത്യസ്തമാണോ എന്നൊക്കെ ഉള്ളത്.
എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി വെക്കുക. അതിനുശേഷം സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ കുമ്പിൾ പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ കണ്ടില്ലേ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതായത് ആവിയിലാണല്ലോ ഇത് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക നമ്മുടെ പഴയകാല സ്നാക്സൊക്കെ. പിന്നെ പലർക്കുള്ളൊരു സംശയമാണ് ബേ ലീഫ് എന്ന് പറയുന്നത് കറുകയുടെ ഇലയാണോ വഴന ഇലയാണോ എന്ന്. കാരണം മിക്ക റെസിപ്പീസിലും ഞാൻ ബേ ലീഫ് ചേർക്കുന്ന സമയത്ത് പലരും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ബേ ലീഫ് എന്ന് പറയുന്നത് കറുകയുടെ ഇലയ്ക്കാണ് ബേ ലീഫ് എന്ന് പറയാം കേട്ടോ, വഴന ഇലയ്ക്കല്ല. ഇനി ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ച ഈ കുമ്പിളപ്പം വെച്ച് കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ കുമ്പിളപ്പം എന്നാണ് പറയുക. അതാണ് ഞാൻ കുമ്പിളപ്പം എന്ന് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ബേ ലീഫിനും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ വഴനയിലേക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. രണ്ടും ഒരേ വർഗ്ഗത്തിൽപ്പെട്ട ചെടി തന്നെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ വഴനയിലേക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ നമ്മൾ ഇതുപോലെ കുമ്പിളപ്പം തയ്യാറാക്കിയിട്ട് കഴിക്കുന്നത്. കാരണം ഗ്യാസ് ട്രബിളിനെ പ്രതിരോധിക്കാൻ, അതുപോലെ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെയറിന് നല്ലതാണ്. അതുപോലെ ആയുർവേദത്തിൽ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉണക്കി പൊടിച്ചതിന് ശേഷമൊക്കെ വഴനയില ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന ആ ഒരു ഇലയുടെ വലിപ്പത്തിനനുസരിച്ച്, അതായത് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു സമയത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എങ്ങനെയായാലും മിനിമം ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. ഇത് നന്നായിട്ട് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, വലിയ ഇലയൊക്കെയാണ്, വലിയ കുമ്പിളൊക്കെയാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് സ്റ്റീമായിട്ട് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കറക്റ്റായിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇത് എന്താ പറയുക, സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ചക്ക വരട്ടി ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കറുകയിലയാണ് ബേ ലീഫ് എന്ന് പറഞ്ഞുല്ലോ, ഇന്ത്യൻ ബേ ലീഫിനെയാണ് കറുകയില എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചക്ക വരട്ടി ഇതില്ല എന്നുണ്ടെങ്കിൽ പഴം ഉപയോഗിച്ചിട്ട്, പഴം വരട്ടിയിട്ട് അതുപയോഗിച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. സാധാരണ പാളയംകുടം പഴം ഉപയോഗിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കാറുണ്ട്. അതുപോലെ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. അല്ലാതെയും അതായത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ആൾക്കാർ തയ്യാറാക്കുന്നത് ഇതുപോലെ ചക്ക വരട്ടി ഇത് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചക്ക ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.